പറഞ്ഞായിരുന്നല്ല. ഈ വേഷത്തിലാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലോ. ഈ വേഷത്തിൽ എന്താ കുഴപ്പം? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കോളേജിൽ ഇങ്ങനെ പോകരുതെന്ന്. ഇപ്പൊ കുലസ്ത്രീ ട്രെയിൻ, അപ്പൊ കുലസ്ത്രീ ആയിട്ട് പോകുന്ന രീതി നല്ല സാരി പൂവൊക്കെ മമ്മി എടുത്ത് വെച്ചിട്ട് പോയി എടുത്തിട്ട് ആ സുന്ദരിയായല്ല. പോയിട്ട് പറ്റോ മമ്മി? അവിടെ നിന്നേ മോള് ഈ വേഷത്തിലാണ് പോണത്. കുലസ്ത്രീ ആവാന്ന് പറഞ്ഞ ഇങ്ങനെ മുടിഞ്ഞു പോകുന്ന രീതിയിലല്ല, ഇതൊക്കെ അങ്ങ് മറച്ച് ഇങ്ങനെ മറച്ച് മുടിയൊക്കെ നല്ലോണം ഇങ്ങനെ ഇട്ട് അങ്ങനെയല്ല മോളെ. കുലസ്ത്രീകൾ ഇങ്ങനെയാണ്. കുലസ്ത്രീയാണ്. ഗബ്രി ആ പൂവെടുത്ത് ഈ പൂവ് അങ്ങോട്ട് വെച്ച് സുന്ദരിയായിട്ട് നീളത്തി വെക്കണം മോളെ. നീളത്തി വെക്കണം, മുന്നിലേക്ക് ഇടണം കേട്ടോ. കലകാമ്പരം കുലസ്ത്രീകളെല്ലാം വെക്കും മോളെ. ഇതാണ് അവരുടെ പൊടിയുടെ കളർ തന്നെ. ഇതാണ് അവരുടെ പുഷ്പമേ. ഇതാണ് എല്ലാത്തരം പുഷ്പവും വെക്കും അത്. എന്നിട്ട് ഇതൊക്കെ മുമ്പോട്ടിട്ട് നോക്കട്ടെ. ആ ഇനി പൊയ്ക്കോ, ഇനി പോയിട്ട് വാ. കുലസ്ത്രീകളുടെ എക്സ്പ്രഷൻ ഇങ്ങനെയല്ല മോളെ. ആ എല്ലാരും കാണുമ്പോ ഒരു ചേച്ചി കുലസ്ത്രീ ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ടല്ലേ. ഒന്നിട്ടേ ഒന്ന് കാണിച്ച എക്സ്പ്രഷൻ മമ്മീന. അതിന്റെ ആരെ കണ്ടാലും ഇത്തിരി സെലിബ്രിറ്റീസ് ആണ്, ഇത്തിരി ഭംഗി കൂടിയ ആളുകളെ കാണുമ്പോ ആ എക്സ്പ്രഷൻ ഇടുന്നത്. എന്ന് വെച്ചാൽ പുണ്യമാണ് കുലസ്ത്രീകളുടെ. സപ്പോർട്ട് കിട്ടും, സപ്പോർട്ട് ഇടും. അതിന് ചരിച്ചങ്ങ് വിളിച്ചോ. ഇനി എക്സ്റ്റൻഷൻ കൂടി വെക്കണം കേട്ടോ. അയ്യോ കുലസ്ത്രീ, കുലസ്ത്രീ ആയിരിക്കുന്നുണ്ട് മോളെ. നിങ്ങൾ ആരും ആരുടെയും വസ്ത്രം കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യാൻ. വസ്ത്രത്തിൽ എന്തിരിക്കുന്ന കാര്യം? നല്ല വസ്ത്രം ഇട്ടാലും ഈ കാലത്ത് കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. അവരവർ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ. അവർ പറയുന്ന കാര്യത്തിന് സത്യസന്ധത ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് നോക്കി ജഡ്ജ് ചെയ്യാതെ അവരുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ അവരെ. താങ്ക് യു സോ മച്ച്.